ശബ്ദം നഷ്ടപ്പെട്ടു പോയ തൃപ്പൂണിത്തുറയ്ക്ക് ശബ്ദം തിരികെ ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അദ്ദേഹം സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകൾ നേടിയെടുക്കാനോ ഇവിടെ തുടങ്ങിവെച്ച വികസനം പൂർത്തിയാക്കാനോ ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇടപെട്ട് അതിന് പരിഹാരം കാണാനോ ഒന്നും അദ്ദേഹം ശ്രദ്ധിച്ചതേ ഉണ്ടായിട്ടില്ല. അന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ BJP വോട്ടുകൾ UDF ലഭിക്കുമെന്ന് സ്ഥാനാർത്ഥി തന്നെ പറയുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJP സ്ഥാനാർത്ഥി അത് ശരിവെച്ചു, വോട്ടുകളൊക്കെ UDF പോയി. അതെ, ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ഒരു വോട്ട് സ്പ്ലിറ്റിംഗ് ഇത്തവണ ഇവിടെ ഉണ്ടാകുമോ? അതിനൊക്കെയുള്ള ശ്രമം അവർ നടത്തും. പക്ഷേ മതനിരപേക്ഷവാദികളായ ജനങ്ങൾ അതൊക്കെ തിരിച്ചറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാതി വഴിയിൽ യാത്ര അവസാനിച്ച വികസന പ്രവർത്തനങ്ങൾ യാത്ര തുടരണമെങ്കിൽ അതിന് സഖാവ് KN ഉണ്ണികൃഷ്ണൻ വിജയിച്ചു വരേണ്ടത് അനിവാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ കിട്ടുന്നുണ്ട്, അത് നിലയ്ക്കണോ എന്നാണ് ചോദിച്ചത്. ഇടതുപക്ഷം മികച്ച വിജയം നേടും, കേരളത്തിൽ LDF ഭരണം തുടരും. താങ്കൾ MLA ആയിരുന്ന മണ്ഡലമാണിത്. ഇത് UDF ശക്തമായ കോട്ടയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ ഇത്തവണ KN ഉണ്ണികൃഷ്ണൻ വിജയിക്കുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഇവിടെയുള്ള എല്ലാ പ്രവർത്തകരും. എത്രത്തോളമാണ് അതിനുള്ള സാധ്യത? രാഷ്ട്രീയത്തിൽ അങ്ങനെ കോട്ടകൾ എന്ന് പറയുന്നതിനൊന്നും വലിയൊരു അർത്ഥമില്ല. കുറച്ച് തവണ UDF കുറച്ച് തെരഞ്ഞെടുപ്പുകളിൽ വിജയിപ്പിച്ചൊരു മണ്ഡലമായിരുന്നു ഇത്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അതിനു മുൻപ് LDF ആയിരുന്നു ഇവിടെ ജയിച്ചിരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് 2016 ഇവിടെ വീണ്ടും LDF ജയിക്കുന്ന സ്ഥിതി വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെട്ടു. അത് വലിയ വോട്ടുകൾക്കല്ല, ചെറിയ വ്യത്യാസത്തിനാണ് പരാജയപ്പെട്ടത്. അന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ BJP വോട്ടുകൾ UDF ലഭിക്കുമെന്ന് സ്ഥാനാർത്ഥി തന്നെ പറയുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJP സ്ഥാനാർത്ഥി അത് ശരിവെച്ചു, വോട്ടുകളൊക്കെ UDF പോയി എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള അവിശുദ്ധമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളുടെ കൂടി ചരിത്രം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം വോട്ടർമാർ പകരം ചോദിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും. ഒപ്പം തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം വികസനം എന്നതൊരു വാക്കു മാത്രമായിരുന്നു. 2016-21 കാലത്തെ വികസന പ്രവർത്തനങ്ങൾക്കൊരു തുടർച്ചയും ഉണ്ടായില്ല. അപ്പോൾ അത് ആ അർത്ഥത്തിൽ കഴിഞ്ഞ 5 വർഷം നിയമസഭയിൽ തൃപ്പൂണിത്തുറ നിശബ്ദമായിരുന്നൊരു നാടാണ്. ശബ്ദം നഷ്ടപ്പെട്ടു പോയ തൃപ്പൂണിത്തുറയ്ക്ക് ശബ്ദം തിരികെ ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. തീർച്ചയായും കേരളത്തിൽ എല്ലായിടത്തും ദൃശ്യമായിട്ടുള്ള വികസനം ഇവിടെയും പ്രതിഫലിക്കേണ്ടതാണ്. അതിന് KN ഉണ്ണികൃഷ്ണൻ്റെ വിജയം അനിവാര്യമാണ്. അദ്ദേഹത്തിന് ഈ മണ്ഡലത്തെ കേരളത്തിലെ 1ാം കിട നിയോജക മണ്ഡലമാക്കി മാറ്റാൻ സാധിക്കും. വോട്ടർമാരും അങ്ങനെ ഒരു തീരുമാനത്തിന് തയ്യാറെടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അപ്പോൾ സഖാവ് MLA ആയിരുന്ന കാലത്ത് തുടങ്ങിയ കുറേ പദ്ധതികൾ പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. എനിക്കൊന്നു ഈ CPM കുറ്റപത്രത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ്. കുറേയധികം പദ്ധതികൾ തോടുമായി ബന്ധപ്പെട്ട്, ആർട്സ് കോളേജുമായി ബന്ധപ്പെട്ട്, ഇതെല്ലാം എന്തുകൊണ്ടായിരിക്കാം പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടത്? അല്ല, അദ്ദേഹം ഇപ്പോൾ ഇവിടെ MLA ആയിരിക്കുന്ന കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ തവണ വിജയിച്ചപ്പോൾ തന്നെ ഇനിയൊരു തെരഞ്ഞെടുപ്പിന് അദ്ദേഹം ഇല്ല എന്ന് മാനസികമായി തീരുമാനിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകൾ നേടിയെടുക്കാനോ ഇവിടെ തുടങ്ങിവെച്ച വികസനം പൂർത്തിയാക്കാനോ ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇടപെട്ട് അതിന് പരിഹാരം കാണാനോ ഒന്നും അദ്ദേഹം ശ്രദ്ധിച്ചതേ ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഒരു നിയമസഭയിൽ ശബ്ദം നഷ്ടപ്പെട്ടൊരു നാടായി തൃപ്പൂണിത്തുറ മാറിയത് അങ്ങനെയാണ്. ഇപ്പോൾ വൈക്കം റോഡ് 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതിയാണ്. അത് ഫണ്ട് അനുവദിച്ചു, അതിൻ്റെ ഏറ്റെടുക്കേണ്ട സ്ഥലം അളന്നു തിരിച്ചു, കല്ലിട്ടു, സ്ഥലം ഏറ്റെടുക്കൽ നടപടികളിലേക്ക് പോലും കടക്കുന്ന ഘട്ടമായിരുന്നു. അപ്പോഴാണ് 2021 തെരഞ്ഞെടുപ്പ് പോരുന്നത്. അതിനുശേഷം 1 ഇഞ്ച് അത് മുൻപോട്ട് പോയിട്ടില്ല. വളന്തകാട് പാലം അതിൻ്റെ സ്പാനുകളെല്ലാം പൂർത്തിയായി, അതിൻ്റെ ആർക്കും ഉപയോഗമില്ലാതെ നിൽക്കുകയാണ്. അത് MLA ഫണ്ട്, പൂർണ്ണമായി MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതൊന്നും പൂർത്തിയാക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിത് 1-2 കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇവിടുത്തെ ശുദ്ധജല പ്രശ്നം പരിഹരിക്കാനുള്ള ഓവർഹെഡ് ടാങ്ക് ഇപ്പോഴും അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടില്ല. അരിച്ചരിച്ച് ഒച്ചിഴയുന്ന വേഗതയിൽ പോവുകയാണ്. ഞാനിവിടെ MLA ആയിരിക്കുമ്പോൾ തുടങ്ങിയ പ്രവർത്തനമാണ്. 5 കൊല്ലം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ്. ഇങ്ങനെ എണ്ണി പറയാവുന്ന ഒരുപാട് കാര്യമുണ്ട്. ആർട്സ് കോളേജ് 14 കോടി രൂപ ചെലവഴിച്ച് അതിൻ്റെ കെട്ടിട നിർമ്മാണം എല്ലാം പൂർത്തിയാക്കി. അതിലേക്കുള്ള വഴിയുടെ നിസ്സാരമായ തർക്കങ്ങൾ അത് പരിഹരിക്കാൻ പോലും കഴിഞ്ഞില്ല. അത് പൂർണ്ണാർത്ഥത്തിൽ ഉപയോഗിക്കാനാവാതെ കിടക്കുകയാണ്. ഇങ്ങനെ മണ്ഡലത്തിൽ എല്ലായിടത്തും കാണാം, പാതി വഴിയിൽ നിൽക്കുന്ന വികസനം കാണാം. പാതി വഴിയിൽ യാത്ര അവസാനിച്ച വികസന പ്രവർത്തനങ്ങൾ യാത്ര തുടരണമെങ്കിൽ അതിന് സഖാവ് KN ഉണ്ണികൃഷ്ണൻ വിജയിച്ചു വരേണ്ടത് അനിവാര്യമാണ്. അതിപ്പോൾ ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്.
തൃപ്പൂണിത്തുറയിൽ വലിയ മാറ്റങ്ങളാണ് ആ കാലത്തുണ്ടായത്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടോൾ ബൂത്തുകൾ ഉണ്ടായിരുന്ന നിയോജക മണ്ഡലമായിരുന്നു തൃപ്പൂണിത്തുറ. എവിടെ തിരിഞ്ഞാലും ടോളായിരുന്നു. ഇപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ എത്ര ടോൾ കടന്നാണ് ആളുകൾക്ക് പോകേണ്ടി വരിക. അപ്പോൾ അതിൽ ആശുപത്രിയിൽ പോകുന്ന രോഗികളുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. തൃപ്പൂണിത്തുറ മിനി ബൈപ്പാസിൽ ടോൾ ഉണ്ടായിരുന്നു, SN ജംഗ്ഷനിൽ ടോൾ ഉണ്ടായിരുന്നു, അപ്പുറത്ത് ഇരുമ്പനത്ത് ടോൾ ഉണ്ടായിരുന്നു, കുണ്ടന്നൂരിൽ ടോൾ ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ അടച്ചു പൂട്ടിയ കാലം ടോൾ വിമുക്ത നഗരമായിട്ട് തൃപ്പൂണിത്തുറയെ മാറ്റി. തൃപ്പൂണിത്തുറ നഗരസഭയിലെ കുടിവെള്ളക്ഷാമം എന്നേക്കുമായി പരിഹരിച്ചു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അന്നുണ്ടായിരുന്നു. അതിനൊരു തുടർച്ച വേണം, അപ്പോഴാണ് നാട് സമഗ്രമായിട്ട് മാറുക. ആ തുടർച്ചയുടെ ഒരു അവസരമായിട്ടാണ് ഇത് ജനങ്ങൾ തീർച്ചയായും കണക്കിലെടുക്കുക. അത് ഈ 9-ാം തീയതി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെ ഞാൻ ഉറച്ചു കരുതുന്നു. അതെ, ഇപ്പോൾ വൈപ്പിനിൽ MLA ആയിരിക്കുന്ന KN ഉണ്ണികൃഷ്ണൻ എന്തുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്നു എന്ന ചോദ്യം വോട്ടർമാരുടെ ഇടയിൽ ശക്തമായി തന്നെയുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു UDF-ന്റെ ഒരു പ്രചാരണ ആയുധമായി അവർ ഉപയോഗിക്കുന്നതും ഇത് തന്നെയാണ്. വൈപ്പിനിൽ വേണ്ടാത്ത ഒരാളെ എന്തിനാ തൃപ്പൂണിത്തുറ എന്നൊരു നറേറ്റീവ്. വൈപ്പിനിൽ വേണ്ടാത്തത് കൊണ്ടല്ല. വൈപ്പിനിൽ MLA ആയി 5 വർഷം അദ്ദേഹം സ്തുത്യർഹമായി പ്രവർത്തിച്ചു. അവിടെ പുതിയൊരു സ്ഥാനാർത്ഥി വന്നാലും ജയിക്കാൻ കഴിയുന്ന നല്ല അന്തരീക്ഷം ഉണ്ടായി. എന്നാൽ തൃപ്പൂണിത്തുറ പിടിച്ചെടുക്കേണ്ട ഒരു മണ്ഡലമാണ്. അവിടെ കരുത്തനായ ഒരാൾ നിലവിൽ MLA ആയി എങ്ങനെ വികസന പ്രവർത്തനം നടത്തണം എന്ന് കാണിച്ചു കൊടുത്ത ഒരാൾ. ഞങ്ങൾ വൈപ്പിനെ ചൂണ്ടിയാണ് തൃപ്പൂണിത്തുറയിൽ ക്യാമ്പയിൻ നടത്തുന്നത്. അവിടെ നടത്തിയ വികസന മുന്നേറ്റം തൃപ്പൂണിത്തുറയിലും ആവർത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്നാണ് പറയുന്നത്. ആ പ്രചരണം ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിൽ വേവലാതി പൂണ്ട എതിർപ്പാളയത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ ജനങ്ങൾ തള്ളിക്കളയും. അതെ, ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ഒരു ബോർഡ് സ്പ്ലിറ്റിംഗ് ഇത്തവണ ഇവിടെ ഉണ്ടാകുമോ? അതിനൊക്കെയുള്ള ശ്രമം അവർ നടത്തും. പക്ഷേ മതനിരപേക്ഷവാദികളായ ജനങ്ങൾ അതൊക്കെ തിരിച്ചറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെല്ലാം തിരിച്ചറിയുകയും മതനിരപേക്ഷ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് തൃപ്പൂണിത്തുറയുടെ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യും എന്ന ഉറച്ച പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാം. കേരളത്തിന്റെ ട്രെൻഡ് എങ്ങോട്ടായിരിക്കും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? ഒരു സംശയവുമില്ല, കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം വിലയിരുത്തപ്പെടും. അതാണ് ഇടതുപക്ഷം ജനങ്ങളുടെ മുൻപാകെ വയ്ക്കുന്നത്. അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് പ്രതിപക്ഷം പലപ്പോഴും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ കിട്ടുന്നുണ്ട്, അത് നിലയ്ക്കണോ എന്നാണ് ചോദ്യം. സ്ത്രീ സുരക്ഷാ പെൻഷൻ അവസാനിക്കണോ? കേരളത്തിലെ സ്കൂളുകൾ അടച്ചുപൂട്ടണോ? കുട്ടികളുടെ പാഠപുസ്തകം കിട്ടാത്ത കാലം ഉണ്ടാവണോ? കേരളത്തിൽ ഇനിയും പവർ കട്ടിൻ്റെയും ലോഡ് ഷെഡിങ്ങിൻ്റെയും ഇരുൾ മൂടുന്ന ഒരു കാലം തിരിച്ചു വരണോ? റോഡുകളെല്ലാം താറുമാറായ കാലം വേണോ? ഇതൊക്കെ ജനങ്ങൾ ചിന്തിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഏതൊരു മനുഷ്യനും കേരളം അഭിവൃദ്ധിപ്പെടണം, മെച്ചപ്പെടണം, വികസനം കൂടുതൽ ശക്തമാവണം എന്നേ ചിന്തിക്കൂ. അത് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷം മികച്ച വിജയം നേടും. കേരളത്തിൽ LDF ഭരണം തുടരും.